ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീമ്, അതുപോലെ തന്നെ +2 റിസൾട്ട്, +1 ഇംപ്രൂവ്മെന്റ്, ഇത്തരത്തിലുള്ള എല്ലാവിധ അപ്ഡേറ്റുകളും അതോടൊപ്പം തന്നെ +1 അലോട്ട്മെന്റ് എല്ലാവിധ അപ്ഡേറ്റുകളും കൊടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പ്രത്യേക വിദ്യാർത്ഥികൾ ഞങ്ങളെ മാത്രം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന്. മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് +1 പരീക്ഷ എഴുതി കഴിഞ്ഞ് +2 കടക്കുന്ന വിദ്യാർത്ഥികളെ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നിങ്ങൾ ചോദിച്ച പ്രകാരമാണ്. നിങ്ങളുടെ +1 റിസൾട്ട് എന്ന് വരും എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ പലർക്കും ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ഗൂഗിളിൽ നമ്മുടെ +2 റിസൾട്ട് ആയിക്കോട്ടെ, SLC റിസൾട്ട് ആയിക്കോട്ടെ, ഒരു ടെൻറ്റേറ്റീവ് ആയിട്ട് കൃത്യമായിട്ട് പ്രവചിച്ച പല വെബ്സൈറ്റുകളും അതുപോലെ തന്നെ പല ലിങ്കുകളുമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും HSS റിപ്പോർട്ടർ തന്നെയാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നൊരു കാര്യം, ഇത്തവണ അതായത് 2025 +1 റിസൾട്ട് എപ്പോൾ വരുമെന്ന ചോദ്യത്തിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 28 അതായത് പക്ഷേ ഈ ഒരു മെയ് 28 ഡേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാലും ആ മെയ് 28 എന്ന് പറയുന്ന ഡേറ്റ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. പക്ഷേ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ പല സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയതിന് ശേഷം, അതായത് +1 +2 പോയതിന് ശേഷം, അതും പോരാഞ്ഞിട്ട് ഈ 10ാം ക്ലാസ്സുകാർ അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ട് +1 ക്ലാസ് ഒക്കെ തുടങ്ങി കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് പലർക്കും +1 തന്നെ റിസൾട്ട് വന്നത്. അതായത് +1 റിസൾട്ട് നിങ്ങളിപ്പോൾ എഴുതി 540 മാർക്കിനുള്ള ഒരു സ്കോറാണ് വരാൻ പോകുന്നത്. അത് ഏതെങ്കിലും കീമ് പോലുള്ള എൻട്രൻസിനെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, വലിയ തിടുക്കമില്ല. അത് വെച്ച് നിങ്ങൾക്ക് വേറെ ഒന്നിനും അപ്ലൈ ചെയ്യേണ്ടില്ല. കാരണം ഒരു കോഴ്സിന്റെ പകുതി കഴിഞ്ഞ ഒരു മാർക്ക് മാത്രമാണ്. അങ്ങനെ അല്ലായിരുന്നു +2 മാർക്ക്. അതുകൊണ്ട് തന്നെ മെയ് 28 എന്ന് പറയുന്ന ഡേറ്റ് ടെൻറ്റേറ്റീവ് ആയിട്ട് അവർ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ജൂൺ അവസാന വാരത്തോടു കൂടി ഇത്തവണ +1 റിസൾട്ട് വന്നേക്കാം എന്ന ഒരു കാര്യമാണ്. അൺഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളത്. ഈ +1 റിസൾട്ട് ഇത്ര ഇതില്ല എന്ന് പറയുമ്പോഴും പലരും ടെൻഷനിലാണ്. കാരണം ഏതൊക്കെ വിഷയങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ടി വരും, ഏതൊക്കെ വിഷയങ്ങൾക്ക് മാർക്ക് കുറഞ്ഞേക്കാം എന്നൊരു ടെൻഷൻ കൂടിയാണ്. കാരണം 10 കഴിഞ്ഞ് ഈ ഒരു ലെവലിൽ +1 +2 ലെവലിൽ നിങ്ങൾ എഴുതുന്ന ആദ്യത്തെ പബ്ലിക് എക്സാം കൂടിയാണ് +1 എക്സാം. അതിൻ്റെ പല ഫീഡ്ബാക്കുകളും പല വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടിന് വിദ്യാർത്ഥികൾ കൽപ്പിക്കുന്ന അത്രയേറെ വാല്യൂ ഞങ്ങൾക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും. അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഡേറ്റ് വൈസ് ഇത് തന്നെയാണ്. മെയ് 28 നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ടതില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട്. പക്ഷേ ജൂണിനുള്ളിൽ തന്നെ, അതായത് ജൂൺ മാസത്തിനകത്ത് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് റിസൾട്ടുകളായിക്കോട്ടെ, അഡ്മിഷനുകളായിക്കോട്ടെ നേരത്തെ പ്രഖ്യാപിക്കുന്ന ഒരു രീതി, ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഡിഗ്രി അഡ്മിഷൻ ആയാലും ജൂലൈ 1 തന്നെ എല്ലാം പൂർത്തിയാക്കി ക്ലാസ്സുകൾ തുടങ്ങണമെന്നൊരു ഉത്തരവാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ +1 റിസൾട്ടും അധികം വൈകില്ല, കാത്തിരിക്കാം.